വാർത്തകൾ തുടരുന്നു. റാന്നി സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന UAE ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമവും ഗുരുവന്ദനം അവാർഡ് സമർപ്പണവും നടത്തി. പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമത്തിനെത്തിയ വിശിഷ്ടാതിഥികളെ കോളേജ് കവാടത്തിൽ നിന്നും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സമ്മേളന നഗറിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സംഗമം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ PN സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അന്യം നിന്നു പോകുന്ന മനുഷ്യത്വമാണ് സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയെന്നും മനുഷ്യർ പരസ്പരം ഇടപെടുകയും നന്മകൾ തലമുറകൾക്ക് കൈമാറുകയും ചെയ്യണമെന്നും ഡോക്ടർ PN സുരേഷ് പറഞ്ഞു. നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ പദവികളുടെയും ഡിഗ്രികളുടെയും സമ്പത്തിന്റെയും ബിസിനസിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് നാം പരിചയപ്പെടുന്നത്. നമ്മളൊരു വ്യക്തിയായോ ഒരു മനുഷ്യനായോ ഒന്നും നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നില്ല. അങ്ങനെ പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ വളരെ ചുരുങ്ങുകയും ചെയ്യും. അതാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അപജയം. ഈശ്വരപ്രസാദം ലഭിച്ച മേജർ MG വർഗീസ് റാന്നിയുടെ പൊതുസമൂഹത്തിന് അഭിമാനമാണെന്ന് ഗുരുവന്ദനം അവാർഡ് ചടങ്ങ് നിർവഹിച്ച കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. മേജർ MG വർഗീസിന് സാമൂഹ്യ പരിസ്ഥിതി രംഗങ്ങളിൽ നടത്തിയ സേവനങ്ങളെ മാനിച്ചാണ് ഗുരുവന്ദനം പുരസ്കാരം നൽകി ആദരിച്ചത്. ഈ കോളേജിന്റെ പുരോഗമനത്തെ ഓർത്ത് ഏറെ സന്തോഷിക്കുന്നു. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ കാലത്തൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പലപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുന്നതാണ് ഈ കോളേജിൽ നിന്ന് രാഷ്ട്രീയം എന്ന് പിൻവലിച്ചു എന്നുള്ളത്. ഏറെ സന്തോഷം. നിങ്ങൾക്കൊക്കെ സന്തോഷമാണോ എന്നെനിക്കറിയില്ല. കാരണം കേരളത്തിന്റെ കലാലയ രാഷ്ട്രീയത്തിന്റെ ദുരവസ്ഥകൾ പലപ്പോഴും പലര് കണ്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞത് ഈ കോളേജ് പഠിക്കുവാനുള്ളതാണ്. ഗീവർഗീസ് മാർ അത്തനാസിസ് എപ്പിസ്കോപ്പ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജു ഇബ്രഹാം MLA വിദ്യാഭ്യാസ ഫണ്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു. റോയ് മാത്യൂസ് കോർ എപ്പിസ്കോപ്പ പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം വി കുര്യാക്കോസ്, ഡയസ് ഡിക്കുള, ഫാദർ ഡോക്ടർ ബെൻസി മാത്യു, ബിജോ കളീക്കൽ, ജോണി ജോൺ, ജിജി മാത്യൂസ്, മാത്യു ജോജി, ജോൺ തോമസ് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാട്ടിൽ ഈ കോളേജിനെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമായി മാറുകയാണ്. തങ്ങൾ പഠിച്ച കോളേജിൽ കയറി വന്ന് പഠിച്ച മുറി, ഇരുന്ന സ്ഥലം, പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഇതൊക്കെ അയവിറക്കാന്ന് പറഞ്ഞാൽ അവനവന്റെ ജീവിതത്തിലെ വലിയൊരവസ്ഥയാണ്. റാന്നി സെന്റ് തോമസ് കോളേജാകുന്ന ഈ ഗൃഹോദ്യാനത്തിൽ തന്റെ കമ്മിറ്റ്മെന്റോടുകൂടിയുള്ള അധ്യാപന ജീവിതം കഴിഞ്ഞ് വിരമിച്ചതിന് ശേഷം വീണ്ടും റാന്നി സെന്റ് തോമസ് കോളേജിന്റെ ക്യാമ്പസിലേക്ക് മടങ്ങി വരുവാൻ പ്രിയപ്പെട്ട വർഗീസ് സാറിന് ഒരു അവസരം ലഭിച്ചത് ഒരു ഈശ്വര നിയോഗമായി ഞാൻ കരുതുന്നു. രണ്ട് തലമുറകൾ ഒന്നിക്കുന്ന ഒരു സംഗമമെന്ന് ഇതിനെ പറയുന്നതിൽ യാതൊരു തരത്തിലും അതിശയോക്തിയില്ല എന്നതിനെ ഞാൻ കരുതുന്നു. 1997 മെയ് മാസം റാന്നി സെന്റ് തോമസ് കോളേജിന്റെ മലയാളത്തിന്റെ തലവനായിരുന്ന പ്രൊഫസർ വർഗീസ് പടിയർ സാറ് UAE സന്ദർശനാർത്ഥി എത്തിയപ്പോൾ ആരംഭിച്ച UAE ചാപ്റ്റർ അലുമിനി അസോസിയേഷൻ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുവെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ PN സുരേഷ് അവാർഡ് നൽകിക്കൊണ്ട് ഈ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യുന്നു.
പ്രസിഡന്റിയെ കോളേജ് ആരോഗ്യ ഭാഗം പ്രസിഡന്റ് ശ്രീ സ്മിജു ജേക്കബ് മറ്റക്കാട്ട് ജനറൽ വേണ്ടി ജേസീസ് ക്ലബിന് വേണ്ടി ട്രസ്റ്റി സെൽവി ഇടശ്ശേരി ശ്രീ ഷിബു കുണ്ടത്തിൽ കുവൈറ്റ് അലൂമിനി അസോസിയേഷന്റെ പ്രതിനിധി സാറിന് വിശിഷ്ടമായ ഒരു ഉപഹാരം നൽകുന്നതായിരിക്കും. സ്വർണ്ണത്തിൽ പതിഞ്ഞ ഈ രൂപം സാറിന് ഞങ്ങൾ ലോകത്തിൽ ഏറ്റവും അധികം ഉയരത്തിൽ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകമായിട്ട് ഞങ്ങൾ ഇത് സാറിന് സമർപ്പിക്കുകയാണ്. വിദ്യാർത്ഥിനികളെ കാണുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ചത് ജീവിതത്തിലെ ഒരു അസുലഭ നേട്ടമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക്, എനിക്ക് തന്ന പുരസ്കാരങ്ങൾക്ക്, ഇതിനെ മുൻകൈയെടുത്ത എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി, കടപ്പാട് ഇവ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സ്കൂളുകൾക്ക് ഈ വിദ്യാഭ്യാസ സഹായം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. 5 സ്കൂളുകൾക്കാണ് വിദ്യാഭ്യാസ സഹായം നൽകുന്നത്. അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട MLA ക്ഷണിച്ചുകൊണ്ടു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് മിഴിവേകി. മേഘവീതിയിൽ മമതോഴിയായി വാ പ്രിയമയീ. പരിപാടിയിൽ ചെയർമാൻ ഓഫ് ദി ഡേ ആയി അനു ജെ കോയിക്കലിനെ തെരഞ്ഞെടുത്തു.